പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 239/2023 കേരള ഖാദി ബോർഡ് LDCയുടെ 4ാമത്തെ പ്രിലിമിനറി എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങളും അതേപോലെ സയൻസ് ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. LDC LGS എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത് അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ്. ഓപ്ഷൻസിലുള്ള ബാക്കി 2 പത്രങ്ങൾ, ബംഗാളി എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അതേപോലെ സോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ഉത്തരം ശ്യാം ശരൺ നേഗിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. സുകുമാർ സെൻ ആണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അടുത്ത ചോദ്യം, ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മീസോസ്ഫിയർ. ഭൂമിയോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയർ, അതിനുശേഷം മീസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലകിനെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം ഏതാണ്? കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം ഏതാണ്? ഉത്തരം കൈഗയാണ്. ഓപ്ഷൻ ഡി. കാക്രപാറ എന്ന് പറയുന്നത് അത് ഗുജറാത്തിലെ ഒരു പ്രധാന ആണവോർജ്ജ നിലയമാണ്. നറോറ ഉത്തർപ്രദേശിലേതാണ്. കൽപ്പാക്കം അത് തമിഴ്നാട്ടിലെ പ്രധാന ആണവോർജ്ജ നിലയമാണ്. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഉത്തരം ഡക്കാൻ പീഠഭൂമിയാണ്. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ബി കാവേരി ആണ്. കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി, അതേപോലെ കബനി എന്നിവ. കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര എന്നീ നദികൾ. ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. താപ്തിയുടെ പോഷക നദികളാണ് ആനറും ഗിർണിയും. കാവേരിയുടേത് അമരാവതിയും കബനിയും. അടുത്ത ചോദ്യം, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ് ചതുഷ്കോണ സൂപ്പർ ഹൈവേ. ഈ റോഡിൻ്റെ ചുമതല എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് കെറ്റു സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? ഉത്തരം മുംബൈ ആണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം. പരുത്തി ഉൽപ്പാദനത്തിലുള്ള മേൽക്കൈയാണ് മുംബൈക്ക് അങ്ങനെയുള്ളൊരു പേര് നേടിക്കൊടുത്തിട്ടുള്ളത്. യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആയിട്ടുള്ള വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്?
ഉത്തരം ഓപ്ഷൻ എ മുംബൈ ഹൈ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ഡിഗ്ബോയിലാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരിയാണ്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. രണ്ടാം സ്ഥാനം കൃഷ്ണക്കാണ്. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയുടെ നീളം. ഏറ്റവും നീളം കുറഞ്ഞ ഉപദ്വീപീയ നദി എന്ന് പറയുന്നത് താപ്തിയാണ്. 724 കിലോമീറ്റർ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 17. ഓപ്ഷൻ എ ആണ് ഉത്തരം. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ പാസ്സാക്കുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 11 മൗലിക കടമകളാണ് നമുക്കുള്ളത്. അടുത്ത ചോദ്യം, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്രയാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 52 സെക്കൻഡ് ആണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? ഈസിയാണ്. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ഓപ്ഷൻ ഡി 24 ആണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓപ്ഷൻ ബി ആണ് ഉത്തരം.